ഇവിടെ ശബരിമല അടക്കം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. യാതൊരു വികസനവും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നിട്ടില്ല. ഒരു വൻകിട വികസന പദ്ധതിയും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതെല്ലാം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ചില പ്രസംഗങ്ങൾ മാത്രമാണിപ്പോൾ. പക്ഷെ KPCCക്ക് കിട്ടിയ ആ നിമിഷം KPCC പ്രസിഡന്റ് DGPക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഒരു മുൻ MLAക്കെതിരെ, ഒരു CPM മുൻ MLAക്കെതിരെ പരാതി കിട്ടിയിട്ട് 14 ദിവസം കൈവച്ചുകൊണ്ടിരിക്കുന്ന ആളായി ഞങ്ങൾക്കെതിരെ ഈ വർത്താനം പറയുന്നത്. നിങ്ങൾ അതുകൂടെയൊക്കെ ഒന്ന് കാണണം. ഒരു മുൻ MLAക്കെതിരെ പരാതി കിട്ടിയിട്ട് 2 ആഴ്ച കൈവച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഞങ്ങൾക്കെതിരെ വർത്താനം പറയുന്നത്. ഹൈക്കോടതി പോയി ശ്രീപീഡനത്തിന് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ വർത്താനം പറയുന്നത്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ള അടിച്ചു മാറ്റിയെന്ന്, സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന് ജയിലിൽ കിടക്കുക. അവരെ വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു സാരോപദേശം മുഖ്യമന്ത്രി നടത്തുന്നത്. അത് വേണ്ട. അതോ കേരളത്തിലെ ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു, പാർട്ടി CPM എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്കറിയാം. അല്ല, SITയുടെ ഇന്നലെ SITയുടെ ആളുകൾ വിളിച്ച് പറഞ്ഞു ഇന്നലെ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, അത് വേറൊരു സമയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. എന്നാലും എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ അവർക്ക് വല്ല അസൗകര്യം ഉണ്ടാവും. അവരെൻ്റെ സമയം തരുമ്പോൾ ഞാൻ അവരുടെ മൊഴി കൊടുക്കും. ഇല്ല, ഞാൻ ജനങ്ങളോട് പറയും. ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അവർ വരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. സ്വന്തം പാർട്ടിക്കാരെ പറ്റിയാണോ? സ്വന്തം CPMലെ പാർട്ടിക്കാരെ പറ്റിയുള്ള പരാതികൾ വരുമെന്നാണോ അദ്ദേഹം പറയുന്നത്? പീഡന പരാതികൾ, എത്രയോ പീഡന പരാതികൾ വന്നിട്ട് ഒതുക്കി തീർത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെയും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് അത് പുറത്തു വന്ന സംഭവങ്ങൾ എത്ര പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് മുഖ്യമന്ത്രി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. ഇനിയും ഒത്തിരി പറയാനുണ്ട് ഞങ്ങൾക്ക്. വളരെ ദൗർഭാഗ്യകരമാണ്. പാലക്കാട് KSUവിൻ്റെ ഒരു നല്ല സജീവ പ്രവർത്തകൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചു. അവിടെ BJPക്കാരാണ് ആക്രമണം നടത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരിയായ നടപടിയല്ല. പോലീസ് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞങ്ങളുടെ UDF പ്രവർത്തകന്മാർക്ക് നേരെ പല സ്ഥലത്തും അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. CPMൻ്റെ പരാജയ ബോധമാകാം, ചിലയിടത്ത് BJPക്കാരുടെ പരാജയ ബോധമാകാം അത് വഴിതെളിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയം ഉറപ്പാണ്. UDFന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നു കണ്ടുകൊണ്ടാണ് പല സ്ഥലത്തും CPMും BJPയും അക്രമം ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിടുന്നത്. അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്, വളരെ സംതൃപ്തിയാണുള്ളത്. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. അതുപോലെ തന്നെ UDF ഒരുമിച്ച് നിന്നു. ജനങ്ങളുടെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനനുകൂലമായി UDFന് അനുകൂലമായൊരു തരംഗം, UDFന് അനുകൂലമായൊരു ചരിത്ര വിജയം ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ സിൽവർ ലൈൻ കേരളത്തിൽ നടക്കില്ല എന്ന്. അന്ന് ഞങ്ങളെ എന്തെങ്കിലും ആക്ഷേപമാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ സ്വയം തോന്നിയല്ലോ ഇത് നടക്കില്ല എന്ന്. അപ്പം മുഖ്യമന്ത്രി ഏതാ മഞ്ഞക്കുറ്റി ആരെ കൊണ്ടേലും ഒന്ന് എടുത്തു കളയണം. നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇട്ട മഞ്ഞക്കുറ്റികൾ ഇനിയെങ്കിലും ഇട്ട ഉദ്യോഗസ്ഥന്മാർ കേരളയിലെ ആളുകളെ കൊണ്ട് അതൊന്ന് എടുത്തു കളഞ്ഞാൽ ആളുകൾക്ക് ഭൂമി വിൽക്കാം, ആളുകൾക്ക് ഭൂമി പണയപ്പെടുത്തി ലോൺ എടുക്കാം, ഇതൊക്കെ ചെയ്യാം. ഇപ്പം സ്വയം ബോധ്യപ്പെട്ടല്ലോ കേരളയിൽ നടക്കില്ലെന്ന്. ആ കുറ്റിയെങ്കിലും ഒന്ന് പിഴുതു കളയണം. ആളുകൾക്കൊരു ആശങ്ക ഒഴിയാവട്ടെ.